കൊണ്ട് നിർത്തിയതിനു ശേഷം റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കണം. കൂടുതൽ വൈഡ് ആയി വന്നാൽ മാത്രമേ ഇവിടെ പോയി തട്ടത്തുള്ളൂ. ഈ ഭാഗത്ത് നിന്ന് മാറി വരുന്നതിനനുസരിച്ച് വീൽ സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ഇതുപോലെ നമുക്ക് എത്ര സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്താണെങ്കിലും വാഹനം എളുപ്പത്തിൽ നമുക്ക് തിരിച്ചു. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് നമുക്കൊരു വാഹനം ചെറിയ റോഡിൽ നിന്നും ചെറിയ റോഡിലോട്ട് എങ്ങനെ റിവേഴ്സ് എടുത്ത് എളുപ്പത്തിൽ തിരിക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ഓടിച്ച് ഈ വീഡിയോ കണ്ട് നിങ്ങൾ വെറുതെ സമയം കളയണമെന്നില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു വാഹനം എളുപ്പത്തിൽ തിരിക്കുക, സ്പേസ് കുറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഒരു വാഹനം എളുപ്പത്തിൽ തിരിക്കുക എന്നാണ് ഈ വീഡിയോയിലേക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമ്മൾ കണ്ട് അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ എടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലുള്ള ഒരു സ്പേസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു വാഹനം തിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക് തിരിച്ചാണ് പോകേണ്ടത്. നമ്മൾ ഈ ഒരു ഭാഗം തന്നെ ചേർത്ത് വാഹനം കൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഭാഗം ഈ മൂലയ്ക്ക് നിൽക്കണം. അതായത് കേട്ടോ, അപ്പോഴത്തെ നമ്മുടെ ഫ്രണ്ട് എവിടെ ചെല്ലണം, കുറച്ച് മുമ്പോട്ട് പോകണം. ഇവിടെ ബാക്ക് ഇപ്പൊ ഈ ഫ്രണ്ട് കിടക്കുന്ന ഭാഗത്തായിട്ട് ബാക്ക് നിൽക്കണം. അതുവരെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി ഈ മൂല കറക്റ്റ് ആയിട്ട് രണ്ട് സൈഡ് ഒരേപോലെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക് തിരിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ അതുകൊണ്ട് ഈ സൈഡ് തന്നെ നിങ്ങൾ വിടരുത്. ഈ സൈഡ് തന്നെ ചേർത്ത് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. മുന്നോട്ട് കൃത്യമായിട്ട് പോയി നിങ്ങളെ മിററിൽ നോക്കി ആ മൂല കൃത്യമായിട്ട് നിങ്ങൾക്ക് സൈഡ് ചേർന്ന് തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ മിററിൽ കൂടെ ഇത് കണ്ടില്ലേ, ഞാനിപ്പോ ഇത്ര എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് കാണുന്നില്ല. കാരണം നമുക്ക് ഈ പോസ്റ്റ് ആണ് മൂല എന്ന് പറയുന്നത്. കണ്ട, നമ്മൾ ഇങ്ങനെ അല്ലാതെ നോക്കി ഇതാണ് പോസ്റ്റ്. കേട്ടോ, ഈ പോസ്റ്റ് നമുക്ക് മിററിൽ കൂടെ കാണണം. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിയുമ്പോൾ മിററിൽ കൂടെ കാണണം. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, മുൻപോട്ട് പോവുക. അപ്പൊ നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഞാൻ നേരത്തെ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കാൽഭാഗം മുക്കാൽ ഭാഗം വെച്ച് വേണം എന്ത് ചെയ്യാൻ, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ മിററിൽ കൂടെ തന്നെ നോക്കി നമുക്ക് കൃത്യമായിട്ട് പോസ്റ്റ് കാണുന്ന മുൻപോട്ട് പോവുക. കണ്ട, ഇപ്പൊ എനിക്ക് ആ മിററിൽ കൂടെ പോസ്റ്റ് കണ്ടു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വണ്ടിയുടെ ബാക്ക് കൃത്യമായിട്ട് ആ മൂല എത്തി. ഇവിടെ നിന്ന് വേണം എന്ത് ചെയ്യാൻ, നമുക്ക് ഇവിടെ കാണാൻ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരുപാട് ഓവറായിട്ട് പോകും. ഇവിടെ കൊണ്ട് നിർത്തിയതിനു ശേഷം റിവേഴ്സ് ഗിയർ കൊടുക്കുക. റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം ഫുള്ള് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിക്കണം. നമ്മുടെ ഈ ഭാഗത്തേക്കാണ് നമ്മുടെ ബാക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ ഈ ഭാഗത്തേക്കാണ് വരേണ്ടതെന്ന് നമ്മൾ ആ മിററിൽ നോക്കിയാണ് വരുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ ഫുള്ളായിട്ട് ഓടിക്കുക, ബാക്കിലേക്ക് തന്നെ എടുക്കുക. കണ്ട, കൃത്യമായിട്ട് നമുക്ക് ഈ ഭാഗം തന്നെ ചേർന്ന് ബാക്കിലോട്ട് വരും. അപ്പൊ നമുക്ക് എത്ര എന്ന് പറഞ്ഞാലും ഒരു എൽ ഷേപ്പ് ആയി ഇപ്പം. പക്ഷെ നമുക്ക് എത്ര ഫുൾ ഓടിച്ചെന്ന് പറഞ്ഞാലും ബാക്കിലേക്ക് എടുക്കും തോറും എന്ത് ചെയ്യും, സർക്കിൾ രീതിയിലേ പോകത്തുള്ളൂ. അപ്പൊ നമ്മൾ കയറി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ നിർത്തുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, റൈറ്റിലേക്ക് ഫുൾ ഓടിക്കുക, ആണ് മുൻപോട്ട് എടുക്കുക. മുൻപോട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ ചേർന്ന് വരുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നിർത്തുക, വീല് നേരെയാക്കുക, റിവേഴ്സ് വീണ്ടും കൊടുക്കുക. എന്നാലും നമുക്ക് ആ സൈഡ് ചേർന്ന് തന്നെ കൃത്യമായിട്ട് പോകാൻ കഴിയത്തുള്ളൂ. കൃത്യമായതിനു ശേഷം വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു. കണ്ട, വീണ്ടും നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. റൈറ്റിലേക്ക് ഓടിക്കുന്നു, ഫസ്റ്റ് ഗിയറും കൊടുത്തു. കണ്ട, അവിടെ വണ്ടി ഉണ്ടായാലും നോക്കി, ഇവിടെ വണ്ടിയിലും നോക്കി. നമുക്ക് ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കിയെടുക്കരുത്. നമുക്ക് ആ ഭാഗം തട്ടാതെ ആ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോകും. കണ്ട, ആ ഭാഗത്ത് നമ്മൾ തട്ടാതെ ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ അവിടുന്ന് കൂടുതൽ വൈഡ് ആയി വന്നാൽ മാത്രമേ ഇവിടെ പോയി തട്ടത്തുള്ളൂ. ഈ ഭാഗത്ത് നിന്ന് മാറി വരുന്നതിനനുസരിച്ച് വീൽ സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ഇതുപോലെ നമുക്ക് എത്ര സ്പേസ് കുറഞ്ഞൊരു സ്ഥലത്താണെങ്കിലും വാഹനം എളുപ്പത്തിൽ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്. നിങ്ങൾ തനിയെ വാഹനം ഓടിക്കാൻ പേടിയാണ്, അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ള ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. എന്റെ ജില്ല ഏതാണ് കണ്ട പലരും നമ്മളെ മടുപ്പിക്കും. ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കണമെന്നുള്ള പ്രാക്ടീസിന് പോയതില്ല, പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീടണ്ടാണ് ഞാൻ പഠിച്ചതാണെന്നാണ് എന്തുകൊണ്ട് നോക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ഉള്ളത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്ര യൂസ്ഫുൾ ആയെന്നുള്ളത് നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.